बच्चों आदाब। आपस में न लड़ते हैं, मिलजुल कर ही रहते हैं। केरल में जो बसते हैं, प्यारे प्यारे होते हैं, प्यारे प्यारे होते हैं। आपस में न लड़ते हैं, मिलजुल कर ही रहते हैं। केरल में जो बसते हैं, प्यारे प्यारे होते हैं, प्यारे प्यारे होते हैं. ഖുദാ കി അപ്നി ബസ്തി എന്ന പദ്യത്തിലെ വരികളുമായി ബന്ധപ്പെട്ട ചില പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നാം ചർച്ച ചെയ്തത്. ഇന്നലെ നാരിയലും സുപാരിയും കാജുവും തുടങ്ങിയ കേരളത്തിലെ വ്യത്യസ്തങ്ങളായ പൈതാവറുകളെക്കുറിച്ചുള്ള ചർച്ചയാണുണ്ടായിരുന്നത്. അടുത്ത 2 വരിയാണ് ഇപ്പോൾ നാം കേട്ടത്. ഈ വരിയിൽ ആപ്പസ് മേ ന ലഡ്തേ ഹെ, പരസ്പരം കലഹിക്കുന്നില്ല, പരസ്പരം അടിപിടി ഉണ്ടാക്കുന്നില്ല. മിൽജുൽ കർ ഹി രഹത്തെ ഹെ, എല്ലാവരും ഒറ്റക്കെട്ടായി ഒരുമയോടുകൂടിയാണ് താമസിക്കുന്നത്, വസിക്കുന്നത്. കേരൾ മേ ജോ ബസ്തേ ഹെ, കേരളത്തിൽ വസിക്കുന്നവർ, ആരാണോ വസിക്കുന്നത് അവർ പ്യാരെ പ്യാരെ ഹോത്തേ ഹെ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രിയം വെക്കുന്നവരാണ് എന്നതാണ് ഈ വരികളുടെ അർത്ഥം. ചോദ്യം ഇതാണ്, കേരള കെ ലോഗ് കേസെ ഹോത്തേ ഹെ, അഷാർ കി റോഷ്നി മേ നോട്ട് ലിഖിയേ. ഈ വരികളുടെ വെളിച്ചത്തിൽ ഇതിനെക്കുറിച്ചൊരു നോട്ട് തയ്യാറാക്കുക. ചില ചോദ്യങ്ങൾ ചോദിച്ച് നമുക്കുത്തരത്തിലേക്ക് പ്രവേശിക്കാം. ഈ 4 വരികളുമായി ബന്ധപ്പെട്ട് 3-4 ചോദ്യങ്ങൾ ചോദിക്കാം നമുക്ക്. ഒന്നാമത്തെ ചോദ്യം, കേരള കെ ലോഗ് കേസെ രഹത്തെ ഹെ, കേരളത്തിലെ ആളുകൾ എങ്ങനെ ജീവിക്കുന്നു? ഇത് പറയുന്നതിന് മുമ്പ് നമുക്ക് ഹമാരി റിയാസത്ത് കോൻസാ ഹെ എന്നൊരു ചെറിയ ചോദ്യം ചോദിക്കാം. ഹമാരി റിയാസത്ത് കോൻസാ ഹെ, ഏതാണ് നമ്മുടെ സംസ്ഥാനം? നമുക്കെങ്ങനെ പറയാം കേരള ഹമാരി റിയാസത്ത് ഹെ? രണ്ടാമത്തെ ചോദ്യമാണ്, കേരള കെ ലോഗ് കൈസെ ജീത്തെ ഹെ, കൈസെ രഹത്തെ ഹെ. ഉത്തരം പൂർണ്ണമായി പറയുമ്പോൾ കേരള കെ ലോഗ് ആപ്പസ് മേ മിൽജുൽ കർ രഹത്തെ ഹെ, പരസ്പരം ഒരുമയോടെ ഒത്തൊരുമയോടുകൂടിയാണ് താമസിക്കുന്നത്. വോ ആപ്പസ് മേ നഹി ലഡ്തേ ഹെ, അവർ പരസ്പരം കലഹിക്കുന്നില്ല, വിദ്വേഷം വെക്കുന്നില്ല, വെറുക്കുന്നില്ല. ഓക്കെ, ഒറ്റ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ കേരൾ മേ ജോ ബസ്തേ ഹെ വോ പ്യാരെ പ്യാരെ ഹോത്തേ ഹെ, കേരൾ മേ ജോ ബസ്തേ ഹെ വോ പ്യാരെ പ്യാരെ ഹോത്തേ ഹെ. ഈ രീതിയിൽ വളരെ എളുപ്പത്തിൽ ഇതിൻ്റെ നോട്ട്, ഇതിനെക്കുറിച്ചുള്ള നോട്ട് നമുക്ക് തയ്യാറാക്കാം.